ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ സ്വലാത്ത് അത് ഒഴിവാക്കുകയില്ല. ഈ കിതാബിലൂടെ നിങ്ങളോട് ചെറിയ ഒരു വിഷയം സ്വലാത്തിനെ കുറിച്ച് പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഉണർത്തുന്നത് മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ്. ധാരാളം സ്വലാത്തുകൾ നമുക്കറിയാം. നമ്മൾ എളുപ്പത്തിൽ ചൊല്ലുന്ന ധാരാളം സ്വലാത്തുകളുണ്ട്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം തുടങ്ങി നമ്മൾ എളുപ്പത്തിൽ ചൊല്ലുന്ന സ്വലാത്തുകളുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിമിയ സ്വലാത്ത്, നാം നിസ്കാരത്തിലെ അത്തഹിയ്യാത്തിൽ ചൊല്ലുന്ന സ്വലാത്ത്, ഇങ്ങനെ ധാരാളം സ്വലാത്തുകൾ നമുക്കറിയാം. ആ സ്വലാത്തുകളൊക്കെ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠത വിശുദ്ധമായിരിക്കുന്ന കിതാബുകളിലൂടെ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നത് കാണാം. അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാനി ജബ്രാഈല വ മീകാഈല വ ഇസ്റാഫീല വ അസ്റാഈല അലൈഹിമസ്സലാം. ഈ 4 മലക്കുകൾ എൻ്റെ അരികിൽ വന്നു. എന്നിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഖാല ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മൻ സ്വല്ല അലൈക ഫീ കുല്ലി യൗമിൻ 10 മർവാത്തിൻ, ആരെങ്കിലും തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ അന ആഖിദും ബിയദിഹി, ഞാൻ അവൻ്റെ കയ്യിനെ പിടിക്കുന്നതാണ്, വ അമറഹു അലാ സിറാത്തിൽ കബർക്കിൽ ഖാത്തിഫ്, ഇടിമിന്നലിൻ്റെ വേഗത്തിൽ സിറാത്ത് പാലത്തിലൂടെ അവനുമായി ഞാൻ നടന്നു പോകുന്നതാണ്. മാഷാ അല്ലാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ലഭിക്കുന്ന ശ്രേഷ്ഠതയാണ് ഈ പറഞ്ഞത്. മാത്രമല്ല ഈ ഹദീസ് തുടരുകയാണ്. വീണ്ടും കാണാം, വഖാല മീകായിൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം പറഞ്ഞു, അന അസ്ഖീഹി മിൻ ഹൗലിക, ഹൗലിൽ നിന്ന് ഞാൻ അവനിക്ക് കുടിപ്പിക്കുന്നതാണ്. വഖാല ഇസ്റാഫീൽ അലൈഹിസ്സലാം, ഇസ്റാഫീൽ അലൈഹിസ്സലാം പറയാണ്, അന അസ്ജുദുല്ലാഹി തആല മാ അർഫഉ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. ആ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനിക്ക് അവൻ്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ അർശിൻ്റെ താഴെ സുജൂദിലായി വീഴും. അവൻ്റെ ദോഷങ്ങൾ പുറത്തു കൊടുത്തു എന്ന് അല്ലാഹു എന്നോട് പറയുമ്പോഴേ ഞാൻ തലയെ ഉയർത്തുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പ്രതിഫലമാണല്ലേ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനൊക്കെ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് സ്വലാത്ത് പതിവാക്കാൻ കഴിയാത്തത്? ഇൻഷാ അല്ലാഹ് നാം സ്വലാത്തിനെ ധാരാളമായി ചൊല്ലണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മരണം. ആ മരണസമയത്തുള്ള റൂഹിനെ പിടിക്കുന്ന വേദന അത് വളരെ ശക്തിയായ വേദനയാണ് എന്ന് കിതാബുകളിലൂടെ പറഞ്ഞത് കാണാം. എല്ലാവരും മരണത്തിൻ്റെ വേദന അത് ലഘൂകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചവരാണ്. അമ്പിയാക്കൾ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട് മരണവേദന ലഘൂകരിക്കാൻ വേണ്ടി. ബഹുമാനപ്പെട്ട അസ്റാഈൽ അലൈഹിസ്സലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് വേണ്ടി മുത്തുനബിയോട് പറഞ്ഞു കൊടുത്തത് കാണാം. വഖാല അസ്റാഈൽ അലൈഹിസ്സലാം, അസ്റാഈൽ അലൈഹിസ്സലാം പറയുന്നത്, അന അഖ്ബിദു റൂഹഹു കമാ അഖ്ബൽ അർവാഹൽ അംബിയാഇ അലൈഹിമസ്സലാം, അംബിയാക്കളുടെ റൂഹിനെ എങ്ങനെയാണോ ഞാൻ പിടിക്കുക അതുപോലെയാണ് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ റൂഹിനെ ഞാൻ പിടിക്കുന്നത് എന്നാണ് അസ്റാഈൽ അലൈഹിസ്സലാം പറഞ്ഞത്. അല്ലാഹു തആല മുത്തുനബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞ ശ്രേഷ്ഠതകളൊക്കെ നാം ചൊല്ലുന്ന സ്വലാത്തിലേക്ക് അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഈ വീഡിയോക്ക് നിങ്ങൾ
ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് വീഡിയോയുടെ ലിങ്ക് നിർബന്ധമായും ഷെയർ ചെയ്തു കൊടുക്കുക. അവരും സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത കാരണം നിങ്ങൾക്കും ലഭിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.